ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ 5-ാം ദിനം ബാറ്റിംഗിന് ഇറങ്ങുമ്പോൾ ഇന്ത്യക്ക് മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും മത്സരം സമനിലയിലാക്കുക, അവസാന മത്സരത്തിൽ ജയിച്ച് പരമ്പര സ്വന്തമാക്കുക. എന്തായാലും വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. സർവാധിപത്യത്തോടെ തന്നെ ഓസ്ട്രേലിയ മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഈ മത്സരത്തിൽ ഉടനീളം അവർ കീപ്പ് ചെയ്ത ആ മൊമെന്റം അവസാന ദിനത്തിലും അവരെ സഹായിച്ചപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് തെല്ലൊരു അലസത തന്നെയാണ് മത്സരം നഷ്ടപ്പെടുത്തിയതെന്ന് പറയാം. എന്തായാലും മത്സരത്തിലെ പരാജയത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും രോഹിത് ശർമ്മ മത്സരശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഋഷഭ് പന്തുമായി ബന്ധപ്പെട്ട് ഒരു കമന്റ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം കളിച്ച മോശം ഷോട്ടിലൂടെ പുറത്തായതിനു ശേഷമാണ് ഇന്ത്യയുടെ തോൽവി വളരെ വേഗത്തിലായത്. അത് തന്നെയാണ് രോഹിത് ശർമ്മ പറഞ്ഞത്. വാക്കുകൾ ഇങ്ങനെയാണ്: ഋഷഭ് പന്ത് കളിച്ച ആ ഷോട്ട് അത് ശരിക്കും ഞങ്ങളുടെ മത്സരത്തിൽ ബാധിക്കുകയുണ്ടായി. അവൻ ട്രാവിസ് ഹെഡിനെതിരെ ഒരു അനാവശ്യ ഷോട്ട് തന്നെയാണ് കളിച്ചത്. മുമ്പും ഇത്തരത്തിൽ അവൻ അലക്ഷ്യമായ ഷോട്ടുകൾ കളിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ അവൻ എടുത്ത റിസ്കുകൾ കൊണ്ട് ഞങ്ങൾ പല മത്സരത്തിലും ജയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇന്ന് കളിച്ച ഷോട്ട് അത് മത്സരം സമനിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. അതിനാൽ തന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് അവനോട് സംസാരിക്കും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്നുള്ളത് പന്തിന് നന്നായി അറിയാം. പക്ഷെ ഒരു നായകൻ എന്ന നിലയിൽ അത് എന്റെ ചുമതലയാണ് അവനോട് സംസാരിക്കുക എന്നുള്ളത്. ഇതാണ് രോഹിത് ശർമ്മ പറഞ്ഞ അഭിപ്രായം. എന്തായാലും ട്രാവിസ് ഹെഡിന്റെ മധ്യത്തിൽ ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച ഋഷഭ് പന്ത് പുറത്തായതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയുടെ കൊളാപ്സ് വേഗത്തിലായത് മത്സരത്തിൽ പരാജയപ്പെട്ടത്.